Hi everyone. Welcome to 90 Plus, the CPSE's first personalized model chapter admission. Hi everyone. How are you? എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, സോ നമ്മൾ ഇന്ന് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഏത് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വേഗം പറഞ്ഞേ നോക്കട്ടെ. അറിയൂന്ന് നോക്കട്ടെ. ചേഞ്ചസ് അറൌണ്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബൈ ഡിസ്കസിംഗ് ദ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ചാപ്റ്റർ ഫുൾ ആയിട്ടൊന്ന് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യും. ഓക്കെ ഓക്കെ ആണോ? എല്ലാവരും ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആണോ? ക്ലാസ് സ്റ്റാർട്ട് ആവാൻ ആണോ? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എന്നാ തുടങ്ങിയാലോ? അല്ലേ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ചാപ്റ്ററിന്റെ പേരൊന്ന് വേഗം പറഞ്ഞേ. ചാപ്റ്ററിന്റെ പേരെന്താ? ദ ചേഞ്ചസ് അറൌണ്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഏത് പെന്ന് കളർ യൂസ് ചെയ്ത് തുടങ്ങാം? നമുക്ക് പെന്നിന്റെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എല്ലാരും ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ ഉടനെ തന്നെ ആൻസേഴ്സ് പറയില്ലേ? ആൻസേഴ്സ് അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യാൻ പറ്റി എന്നൊക്കെ നോക്കണേ. എന്നിട്ട് പറയണേ എത്ര ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാൻ പറ്റി, എത്ര ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് അറിയില്ല എന്നൊക്കെ നോക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, സോ ലൈക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 30 ക്വസ്റ്റ്യൻസോളം ഉണ്ട് തോന്നുന്നു. സോ ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എത്ര ലൈക്ക് ഒരു 28 ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റിയ ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചു. എവിടെയോ ചിലവിടെ മാത്രം നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാം അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലോ? അപ്പൊ ചാപ്റ്റർ ഫുള്ളി ഡൺ ആണ്, മൊത്തത്തിൽ അങ്ങോട്ട് കലക്കി പഠിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം അല്ലേ? സോ ക്യാൻ വി സ്റ്റാർട്ട് ദി ക്ലാസ്? ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെയിൻ ആയിട്ട് ചാപ്റ്ററിൽ എന്താ ഉള്ളത്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പറയുന്ന പോലെ ചേഞ്ചസ് അറൌണ്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അല്ലേ? സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെ ടോപ്പിക്സാ? ആ എന്താണ് ഫിസിക്കൽ ചേഞ്ച്? വാട്ട് ഇസ് ദ ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ച്, വാട്ട് ഇസ് കെമിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്, പിന്നെ എന്താണ് റിവേഴ്സിബിൾ, വാട്ട് ഇസ് റിവേഴ്സിബിൾ അല്ലേ? റിവേഴ്സിബിൾ ചേഞ്ച് എന്താണ്? വാട്ട് ഇസ് ഇറിവേഴ്സിബിൾ ചേഞ്ച്, ഇറിവേഴ്സിബിളും റിവേഴ്സിബിളും എന്താണ്? പിന്നെന്താ നമ്മൾ നോക്കിയേ? പിന്നെ നമ്മൾ ഇതിൽ പഠിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ക്രിസ്റ്റലൈസേഷൻ എന്താണ് നമ്മൾ നോക്കിയത്? ക്രിസ്റ്റലൈസേഷൻ ആണ് നോക്കിയിരുന്നു. പിന്നെ ഫെദറിങ് നോക്കിയിരുന്നു അല്ലേ? ഫെദറിങ് പറഞ്ഞിട്ട് ആ പിന്നെ റസ്റ്റിംഗ് നോക്കൂ. റസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? തുരുമ്പ് പിടിക്കുക അല്ലേ? അയേൺ ഒക്കെ റസ്റ്റ് ആവല്ലേ? സോ ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തേ മെയിൻ ടോപ്പിക്സ്. നമ്മൾ ഇന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻസ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അറിയോ എല്ലാവർക്കും? ഒന്ന് വേഗം വായിച്ചു നോക്കിക്കേ. ആൻസർ നോക്കാതെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ? നോക്കിക്കേ, എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡിസ്ക്രൈബ്സ് ദി പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് എ സിങ്ക് ലെയർ ഓൺ അയൺ. അതായത് what is an iron? Iron is a metal. How do you represent iron? Iron നമ്മൾ എങ്ങനെ എഴുതുക? പീരിയോഡിക് ടേബിൾ നമ്മൾ എങ്ങനെ അയൺ റെപ്രസെന്റ് ചെയ്യുക? യു വിൽ ബി റൈറ്റിംഗ് Fe എന്നല്ലേ അയൺ എഴുതുക? റൈറ്റ്, യു വിൽ ബി റൈറ്റിംഗ് Fe ആസ് അയൺ അല്ലേ? അപ്പൊ അയണിന്റെ മേലെ നമ്മൾ എന്താ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? യു ആർ ഡിപ്പോസിറ്റിംഗ് എ സിങ്ക് ലെയർ അല്ലേ? സിങ്കിന്റെ ലെയർ. സിങ്ക്, വാട്ട് ഇസ് എ സിങ്ക്? സിങ്ക് ഇസ് ഓൾസോ അനദർ മെറ്റൽ അല്ലേ? സോ സിങ്കിന്റെ ലെയർ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്, അതിന് നമ്മൾ എന്താ പറയുക? വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? പറഞ്ഞേ, വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഗാൽവനൈസേഷൻ. ആണോ? ഓപ്ഷൻസ് നോക്കിക്കേ. ആൻസർ ഗാൽവനൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്കൊന്നും അറിയില്ല, ചിലപ്പോൾ മിസ്റ്റേക്ക് ആയാലോ. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഓപ്ഷൻസ് നോക്കിക്കേ. ഫസ്റ്റ് ഗാൽവനൈസേഷൻ. ശരി, അത് ഗാൽവനൈസേഷൻ അവിടെ നിൽക്കട്ടെ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ക്രിസ്റ്റൽ ഫോർമേഷൻ അല്ലെ? പ്യൂറസ്റ്റ് ഫോം ഓഫ് സോളിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ചെയ്യും. വാട്ടറും എത്തനോളും ഒരു ലൈക്ക് 1 ml വാട്ടർ ആണെങ്കിൽ 1 ml എത്തനോളും ആഡ് ചെയ്ത് ഈക്വൽ എമൗണ്ടിൽ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ക്രിസ്റ്റൽസ് നമ്മൾ ഫോം ചെയ്യിപ്പിക്കും. കോൾഡ് ആസ് ക്രിസ്റ്റലൈസേഷൻ. അതിൽ അയേണിനെ പറ്റി പറയുന്നുണ്ടോ? സിംഗിൾ ലെയർ ഡിപ്പോസിഷൻ ഒക്കെ ഇല്ല. സോ ക്രിസ്റ്റലൈസേഷൻ നമ്മളുടെ ആൻസർ ആയി പോയി. പിന്നെ റസ്റ്റിംഗ്, തുരുമ്പിക്കുക. റസ്റ്റിംഗ്
അയോണിന്റെ മേലെ സിംഗിൾ എയർ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. വാട്ട് ഇസ് റെസ്റ്റിംഗ്? റെസ്റ്റിംഗ് എന്ന് വെച്ചാൽ അയോൺ റിയാക്ടിംഗ് ഓക്സിജൻ atmosphere ഉള്ള atmosphere reacting atmosphere to form dust. അല്ലേ? Just to form the rest. Okay. So അതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് എന്ന് പറയുക. So is റെസ്റ്റിംഗ് the answer? No. റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയോൺ എന്ന് വെച്ചാൽ അയോണിലാണ്ട് റെസ്റ്റിംഗ്. സോ ആ റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഈ ഡിപ്പോസിറ്റിംഗ് ഓഫ് സിംഗിൾ എയർ മേലെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. എന്തിനു പ്രിവെന്റ് ചെയ്യാനാ? ഈ റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാ. സോ ആ റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഈ മെത്തേഡിന് നമ്മൾ എന്താ പറയാ? ദിസ് കോൾഡ് ആസ് ഗാൽവനൈസേഷൻ. ഓക്കെ, ഗാൽവനൈസേഷൻ എന്നാണ് പറയാ. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ബാക്കി ഓപ്ഷൻസ് ഒക്കെ എന്തുകൊണ്ടാണ് അതിന്റെ ആൻസേഴ്സ് എല്ലാം മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് റെഡ് ഒന്ന് ഗ്രീൻ. നമുക്ക് പെണ്ണ് മാറ്റാം വേണ്ട. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ? എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ? ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് എ മിനിമം ടെമ്പറേച്ചർ അല്ലെ? ഒരു മിനിമം ഒരു സാധനം ഒരു പേപ്പർ എടുത്തു. ഓക്കെ, ആ പേപ്പർ അറ്റ്മോസ്ഫിയറിൽ വെറുതെ വെച്ചാൽ കത്തുവോ? ഇല്ല. നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ മാത്രമേ അത് കത്തുള്ളൂ. നമ്മളൊരു ഫയർ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് ഫയർ ഒരു മാച്ച് സ്റ്റിക്ക് ബേൺ ചെയ്ത പേപ്പറിനടുത്ത് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് പേപ്പർ കത്തുന്നത്? കാരണം മാച്ച് സ്റ്റിക്ക് ഇസ് പ്രൊവൈഡിങ് എ ഹീറ്റ്. ഈ മാച്ച് സ്റ്റിക്ക് ആ പേപ്പറിനോട് ഒരു ഹീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഹീറ്റ് കൊടുക്കുമ്പോഴാണ് ആ പേപ്പർ കത്തുന്നത് അല്ലേ? സോ ആ ഹീറ്റ് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ്. ഈ മാച്ച് സ്റ്റിക്ക് തന്നെ ഇതേ മാച്ച് സ്റ്റിക്ക് ഒരു വലിയ വുഡൻ പീസ് എടുത്തിട്ട് അതിൽ കൊടുത്താൽ കത്തുവോ? ഇല്ല. കാരണം ഈ മാച്ച് സ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ വുഡിന് കത്താൻ ആവശ്യമുള്ള ടെമ്പറേച്ചറിന് അത്രത്തോളം ഇല്ല അല്ലെ? വുഡിന് നല്ലൊരു എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ വേണം, വലിയ വുഡ് ആണെങ്കിൽ. സോ അവിടെ എന്താ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ് എത്തിയാൽ മാത്രമേ അല്ലെ, ഒരു മിനിമം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അത് കിട്ടിയാൽ മാത്രമേ അത് കത്താൻ തുടങ്ങുന്നുള്ളൂ. ആ മിനിമം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ഒരു പേപ്പർ ഒരു 55 ഡിഗ്രി സെൽഷ്യസിൽ കത്തുവാണെങ്കിൽ സോ വെൻ യു ആർ ബേണിംഗ് ആ മാച്ച് സ്റ്റിക്ക് 55 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ആ പേപ്പറിന് ഹീറ്റ് കിട്ടാൻ തുടങ്ങും. സോ എപ്പോഴാണോ അതിന്റെ 55 അപ്രോക്സിമേറ്റ്ലി 55 കറക്റ്റ് അല്ല പറയുന്നത്, അപ്രോക്സിമേറ്റ്ലി സോ 6 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ പേപ്പർ കത്താൻ തുടങ്ങും അല്ലെ? അതാണ് അതിന്റെ മിനിമം ടെമ്പറേച്ചർ. ആ മിനിമം ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് പറയാ? ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയാ. സോ ദ മിനിമം ടെമ്പറേച്ചർ at which a substance catches fire is called as an ignition temperature. അല്ലേ? maximum temperature at which a substance catches fire. The temperature at which a substance catches fire. അത് പറഞ്ഞാൽ പോരാ. The minimum temperature എന്ന് പറയാം. Okay. The minimum temperature at which a substance catches fire is called as an ignition temperature. മനസ്സിലായോ? Second question മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാന്നാ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇതിൽ നമ്മൾ ഫസ്റ്റ് അറിയണം മെഗ്നീഷ്യം ബേണിംഗ് പറഞ്ഞാൽ എന്താ? മെഗ്നീഷ്യം മെഗ്നീഷ്യം ഇസ് ബേൺഡ് ഇൻ എയർ. മെഗ്നീഷ്യം എയറിൽ ബേൺ ചെയ്യുന്ന വെച്ചാൽ എന്താ? അതൊരു കമ്പഷൻ ആണ്. കമ്പഷൻ എന്ന് വെച്ചാൽ ബേണിംഗ് ആണ്. സോ മെഗ്നീഷ്യം ഡിനോട്ട് ചെയ്യാം, റൈറ്റിംഗ് ഇറ്റ് ആസ് Mg. ഇവിടെ മീനിങ് വേണ്ട, റെഡ് യൂസ് ചെയ്യാം. Mg എന്ന് പറഞ്ഞാൽ എന്താ? Mg ആണ് മെഗ്നീഷ്യം അല്ലേ? Mg ആണ് എന്ത്? Mg ആണ് മെഗ്നീഷ്യം, റൈറ്റ്? ഓക്കെ. സോ മെഗ്നീഷ്യം ഇസ് ബേണിംഗ് എന്ന് വെച്ചാൽ എന്താ? മെഗ്നീഷ്യം ഇസ് റിയാക്ടിങ്. മെഗ്നീഷ്യം ഇസ് റിയാക്ടിങ് വിത്ത് വാട്ട്? എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. ഓക്കെ, മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ കത്തുന്നത്. What is produced there? Heat is produced there. So magnesium is reacting with oxygen. ഈ ഒരു മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ you will be getting magnesium oxide plus heat plus light. Okay, you will be getting either 2Mg plus O2 gives 2MgO plus heat and light. Okay. So magnesium എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ? മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ you will be getting what? Magnesium oxide plus heat and light. ഈ magnesium oxide എന്താ? It is a white ash. What is it? It is a white ash. Okay ആണോ? ഇതെന്താണ്? ഒരു വൈറ്റ് ആഷ് ആണ്. മെഗ്നീഷ്യം എങ്ങനെയാ ബേൺ ചെയ്യാന്നറിയോ? ബേണിംഗ് വിത്ത് എ വൈറ്റ് ഫ്ലെയിം. ഇറ്റ് ബേൺസ് വിത്ത് വാട്ട്? വൈറ്റ് ഫ്ലെയിമിലാണ് ബേൺ ചെയ്യുന്നത്. It burns with a white flame. Okay. Then ഇത്രത്തോളം മനസ്സിലായില്ലേ മെഗ്നീഷ്യം എങ്ങനെയാ ബേൺ ചെയ്യുന്നേ? മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് യു ആർ ഗെറ്റിംഗ് മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് ഹീറ്റ് അല്ലേ? മെഗ്നീഷ്യം ബേൺ ചെയ്താൽ നമുക്ക് ഒരു ആഷ് കിട്ടും.
ആഷ് എന്ന് വെച്ചാൽ എന്താ ഒരു വൈറ്റ് ആഷ് ആയിരിക്കും. ഓക്കെ, you will be getting a white ash, and magnesium burns ചെയ്യാന്ന് വെച്ചാൽ it burns with a white flame. Okay, it will be burning with what? It burns with a white flame. പിന്നെ നമുക്ക് എന്തായാലും പറയാൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ. മെഗ്നീഷ്യം, when magnesium is burned in the air it produces powdered ash. ആ powdered ash ആണ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് വെച്ച കെമിക്കൽ അല്ലെ? when it is dissolved in the water, what happened when it is dissolved in the water? When it is dissolved in the water, it yield an aqueous solution. അത് എന്ത് ചെയ്യും? It yield ഒരു aqueous solution. See, ഒരു സാധനം വെള്ളത്തിൽ dissolve ആയാൽ you will be getting an aqueous solution അല്ലേ? You get an aqueous solution. So when it is dissolved in water, it yield an aqueous solution. How will you categorize this aqueous solution? ആ aqueous solution നമുക്ക് എങ്ങനെ categorize ചെയ്യും? അതായത് ആ aqueous solution acid ആണോ, basic ആണോ, neutral ആണോ ചോദിക്കുന്നത്. So that is basic in nature. Okay. ബേസിക്. അത് എങ്ങനെ ബേസിക് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, പഠിച്ചിട്ടില്ലേ നമ്മൾ മുൻപ്? ഓർമ്മയുണ്ടോ? ലൈക്ക് കുറച്ച് റിയേജൻസ് ഒക്കെ യൂസ് ചെയ്യാം, ലൈക്ക് pH പേപ്പർ യൂസ് ചെയ്യാം, ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാം, പിന്നെന്താ, പിന്നെ ഫിനോഫ്തലിൻ, മീത്തൈൽ ഓറഞ്ച്, അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? വെദർ ടു ചെക്ക് വെദർ ഇറ്റ് ഇസ് ആസിഡിക് ഓർ ബേസിക് അല്ലെങ്കിൽ ന്യൂട്രൽ, ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണെന്ന്. അപ്പൊ ഇവിടെ എങ്ങനെയാ പറഞ്ഞ ലിറ്റ്മസ് പേപ്പറിൽ എങ്ങനെയാ ചേഞ്ച് ആവുന്നത്? ബേസിക് ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് എന്താവും? റെഡ് ലിറ്റ്മസ് എങ്ങനെ ചേഞ്ച് ആവും? റെഡ് ലിറ്റ്മസ് ചേഞ്ചസ് ഇറ്റ്സ് കളർ ടു ബ്ലൂ അല്ലേ? റെഡ് ലിറ്റ്മസ് ചേഞ്ചസ് ഇൻ ടു ബ്ലൂ. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി fourth questionലോട്ട് നമുക്ക് പോവാം. What is being said in the fourth question? Which of the following is not required condition for rusting to occur? ഞാൻ പറഞ്ഞിരുന്നു റസ്റ്റിംഗ് ഏതാണ്? മെറ്റൽസിലാണ് റസ്റ്റിംഗ് ഒക്കർ ചെയ്യുക. ഏറ്റവും കൂടുതൽ നമുക്ക് ഏതാ? അയോൺ. Fe എന്ന് വെച്ചാൽ എന്താ? അയോൺ അല്ലെ? അയോൺ, ഇരുമ്പ്. IR ആണ്. സോ അയോൺ undergoing rusting നമുക്ക് നോർമലി നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കോപ്പർ, Cu എന്നാണ് കോപ്പർ റസ്റ്റിംഗ് അണ്ടർഗോ ചെയ്യും. ഒരു ഗ്രീൻ കോട്ടിംഗ് ഓഫ് കോപ്പർ പ്ലേറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, പഴയ കോപ്പർ പ്ലേറ്റ്സ് ഒക്കെ നോക്കിയാൽ കോപ്പർ റസ്റ്റിംഗ് അണ്ടർഗോ ചെയ്യും. ഓക്കെ, നമ്മളിവിടെ എന്തിന്റെ? അയോൺ റസ്റ്റിംഗ് ആണ്. സോ അയോൺ റസ്റ്റിംഗ് വിച്ച് ഇസ് നോട്ട് റിക്വയർഡ് കണ്ടീഷൻ. ഏതാണ് റിക്വയർഡ് കണ്ടീഷൻ അല്ലാത്തത്? പ്രസൻസ് ഓഫ് ഓക്സിജൻ വേണോ അയോൺ അണ്ടർഗോ റസ്റ്റിംഗ് ചെയ്യാൻ? റസ്റ്റിംഗ് വെച്ചിട്ട് അയോൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. on the same time it will be reacting with മോയിസ്ചറുമായിട്ട് റിയാക്ട് ചെയ്യും. സോ പ്രസൻസ് ഓഫ് ഓക്സിജൻ വേണം, വാട്ടർ വേപ്പർ വേണം. സോ പ്രസൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ആവശ്യമില്ലാത്തത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ റസ്റ്റിംഗ് ഒന്നും ഒരു ബന്ധവുമില്ല. പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. It is not a required condition for rusting to occur. So നമ്മളുടെ ആൻസർ എന്താ? ഏതാണ് റിക്വയർഡ് കണ്ടീഷൻ അല്ലാതെ? പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി പറഞ്ഞിട്ട് ഇത് നമ്മൾ റിയാക്ഷൻ ആണല്ലോ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റസ്റ്റ് കിട്ടും അല്ലെ? റസ്റ്റിന്റെ കളർ എന്താ? റസ്റ്റ് എന്താ? ഇത് റെഡിഷ് ബ്രൗൺ ആണ്. ഒരു റെഡിഷ് ബ്രൗൺ സാധനം, ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് ലെയർ പുറമെ ഫോം ആവുന്നതിന് നമ്മൾ എന്ത് പറയാ? റസ്റ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോ if you leave a piece of iron cut open for a while, it will develop a brownish film develop ചെയ്യും. റെഡിഷ് ബ്രൗൺ ലെയർ ഫോം ആകുമ്പോൾ ഇതുപോലെ ഒരു ബ്രൗണിഷ് ഫിലിം ഡെവലപ്പ് ചെയ്യും. The name of this brown substance, ഈ brown substance ന്റെ നെയിം എന്താണ്? സിമ്പിൾ, റസ്റ്റ് അല്ലേ? ഇനി വരുന്ന ഡസ്റ്റ് നോ? അയ്യോ അല്ല, പൊടി ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. വെറുതെ പൊടി ശരിക്കും എങ്ങനെയെന്നറിയോ? രണ്ട് ടൈപ്പ്. അബ്സോർപ്ഷൻ പോലെ സാധനമുണ്ട്, അതേപോലെ അഡ്സോർപ്ഷൻ. പൊടിയൊക്കെ എന്താ ചെയ്യാം? അഡ്സോർബ് ആയി കിടക്കും. അതായത് മേലെ അങ്ങനെ തങ്ങി കിടക്കുകയല്ലേ ചെയ്യുക, അതിനെ നമ്മൾ അഡ്സോർബ് ചെയ്യും. അഡ്സോർപ്ഷൻ എന്ന് പറയും. ഓക്കെ, രണ്ട് ടേംസ് ഉണ്ട്. എന്തെങ്കിലും ഒരു സാധനം അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മേലെ വെറുതെ ഇങ്ങനെ കിടക്കുക, അതിനെ അഡ്സോർബ് ചെയ്ത് മേലെ ഒരു ചെറിയൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം മേലെ ഇങ്ങനെ കിടക്കാം. ഡസ്റ്റ് ഒക്കെ ഒരു സാധനത്തിന് മേലെ അട്രാക്ട് ചെയ്ത് കിടക്കാം. പക്ഷെ ഡസ്റ്റ് ഒരു ബ്രൗണിഷ് ഫിലിം ഒന്നും ഫോം ആവില്ല. റസ്റ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? റസ്റ്റിംഗ്. ഇനി EST എഴുതുവോ? രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ? രണ്ടാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയാം. UST നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നു. EST ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് റസ്റ്റിംഗ്, കെമിസ്ട്രിയിലെ റസ്റ്റിംഗ് ചോദിച്ചാൽ റസ്റ്റിംഗ് എഴുതും. റസ്റ്റിംഗ് പറഞ്ഞ എന്താ? അപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞ
ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കും. വെറുതെ അടപ്പം ഇങ്ങനെ മിണ്ടാതിരിക്കും അല്ലെ? ഓ, ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കും. അതാണ് ആ റെസ്റ്റിംഗ് ആണ് ഈ റെസ്റ്റ്. മൈൻഡിനെ ഫസ്റ്റ് RUST എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പിക്കുക. ആ, ഈ റെസ്റ്റും മാറിപ്പോവോ? ഇല്ല. അയോൺ എന്ന് വെച്ചാൽ RU ആണ്. ഈ റെസ്റ്റിംഗ് തന്നെ മൈൻഡ് റിലാക്സ് ആക്കി കൊണ്ട് കിടക്കുന്നതാണ് ഈ റെസ്റ്റിംഗ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? So can we move to the next question? Very short answer question നോട്ട് പോയാലോ? Can we move to the very short answer question? Very short answer question. The sixth question. What kind of change is shown by tearing of a paper? Kind of change is shown by tearing of a paper. Paper മുറിച്ച എന്ത് ടൈപ്പ് ചേഞ്ച് ആണ് കാണുന്നത്? നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചേഞ്ചസിനെ പഠിച്ചിരിക്കുന്നത്? എന്തൊക്കെ ടൈപ്പ് ചേഞ്ചസ് ആ പഠിച്ചിരിക്കുന്നത്? We have studied about physical ചേഞ്ചും പഠിച്ചിട്ടുണ്ട്, കെമിക്കൽ ചേഞ്ചും അല്ലെ? There are two types of changes. So we have studied about physical changes and chemical changes. Physical change എന്ന് വെച്ചാൽ എന്താ? What is a physical change? ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ അല്ലെ? നമ്മൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോ എങ്ങനെയാ? ഭയങ്കര നോർമലായി ഒരു ഒന്നും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ വീട്ടിൽ ചിലപ്പോ ചിലവര് ഒന്ന് ചെറുതായി റെഡി ആയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, ഐ അഗ്രി. പക്ഷെ നമ്മളൊരു ഒരു പാർട്ടിക്ക് പോവാണ്, ഒരു വെഡിങ് ഫംഗ്ഷന് പോവാണ്, ലൈക്ക് അവർ ക്ലോസ് റിലേറ്റീവ്, നമ്മൾ എങ്ങനെയായിരിക്കും? ആലോചിക്കണം. ഹെയർ ഒക്കെ ഫുൾ സെറ്റ് ചെയ്ത്, ഫേസ് ഒക്കെ ഫുൾ സെറ്റ് ചെയ്ത്, ഇയറിങ്സ്, ബാംഗിൾസ്, ഡ്രസ്സൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ പോവാം. അപ്പൊ പക്ഷെ നമ്മൾ ആരാ? ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഫംഗ്ഷന് പോയി എങ്ങനെയല്ല, ആള് മൊത്തം മാറും. പക്ഷെ ആള് മാറാണെങ്കിലും എക്സ്റ്റേണലി നമ്മൾ മാറുന്നുള്ളൂ. ഞാൻ തന്നെയാണ് വീട്ടില്, ഞാൻ തന്നെയാണ് ഫംഗ്ഷന് പോകുമ്പോഴും. നമ്മുടെ സ്വഭാവം എല്ലാം ഒരേപോലെ തന്നെയാണ്. ഈ ഔട്ടർ ആയിട്ടുള്ള പുറമേ ഉള്ളത് മാത്രമേ ഉള്ളൂ. ഓൺലി ദ അപ്പിയറൻസ് ഇസ് ചേഞ്ചിങ് ദർ അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. അവിടെ എന്താ നടക്കുന്നത്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓൺ ദ സെയിം ടൈം ഞാനിപ്പോ കുക്കറിൽ, ഓക്കെ, ഐ എം സിറ്റിംഗ് ഗോയിങ് ഇൻസൈഡ് എ കുക്കറിൽ പോയിട്ട് അത് മൊത്തം വെള്ളം നിറച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്ന് നമ്മള് ബോയിൽ ആവാൻ തുടങ്ങിയ എന്തായിരിക്കും സ്ഥിതി? ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാവോ? ഇല്ല അല്ലെ? യു വിൽ ബി അണ്ടർഗോയിങ് കെമിക്കൽ ചേഞ്ച്. അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് അണ്ടർഗോ ചെയ്യണം. സോ അതാണ് കെമിക്കൽ ചേഞ്ച്, അതാണ് ഫിസിക്കൽ ചേഞ്ച്. ഒരു കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ആണ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കലി പുറമേ ജസ്റ്റ് ഒരു ചേഞ്ച്. സോ ഒരു പേപ്പർ ടിയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വാട്ട് ഇസ് ടിയറിംഗ് ഓഫ് എ പേപ്പർ? പേപ്പർ ടിയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? പേപ്പർ നമ്മൾ അങ്ങോട്ട് ടിയർ ചെയ്യണം. ടിയറിംഗ് ഓഫ് എ പേപ്പർ ഇങ്ങനെ മുറിക്കണം, രണ്ട് പീസസ് ആയി കിട്ടും. സോ വെൻ യു ഗെറ്റ് into two pieces, when you get the paper into two pieces, both of them are paper only. The chemical composition of both of it is same. രണ്ടും എന്താ? രണ്ടും പേപ്പർ ആണ്. സോ ടിയറിംഗ് ഓഫ് പേപ്പർ ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. ബട്ട് റിവേഴ്സിബിൾ ആണോ റിവേഴ്സിബിൾ ആണോ? It cannot be reversed either. It is irreversible. അല്ലേ? ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. അതൊരു ഇറിവേഴ്സിബിൾ ആണ്. ടിയറിംഗ് ഓഫ് പേപ്പർ ഫിസിക്കൽ ചേഞ്ച് ആണ്, ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി സെവൻത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് സെവൻത് ക്വസ്റ്റ്യൻ? ഗ്യാസ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്താ? ലെമണിന്റെ വാട്ടർ ആണോ ലൈം വാട്ടർ? അല്ല. This is calcium hydroxide. CaOH twice. Say calcium hydroxide load. When you pass carbon dioxide gas, what happens when you pass carbon dioxide gas to this lime water? It turns lime water milky. Because at the formation നടക്കുന്നുണ്ട്, ഒരു calcium carbonate in the formation നടക്കുന്നുണ്ട്. Since there is a formation of a calcium carbonate, you can say that it turns lime water milky. Now, give two examples of a chemical change. Chemical change examples പറഞ്ഞേ. കെമിക്കൽ ചേഞ്ച് ഇഷ്ടംപോലെ നമുക്ക് എക്സാമ്പിൾ പറയാം. കുക്കിംഗ്, ബേണിംഗ്, ഏതൊരു സാധനം കത്തിക്കുന്നതോ അതൊക്കെ എന്ത് ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെ? മെൽറ്റിംഗ് വെച്ച് അവിടെ എന്ത് ചേഞ്ച് വന്നു? ഫിസിക്കൽ ചേഞ്ചേ വന്നുള്ളൂ. ബേണിംഗ് വെച്ചാൽ പിന്നെ അവിടെ കെമിക്കൽ ചേഞ്ച്, ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ആയി അവിടെ കെമിക്കൽ ചേഞ്ച് ആയി. മിൽക്ക് ഇസ് ടേണിംഗ് ഇൻ ടു കേർഡ് അല്ലെ? കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് കേർഡായ ഒരു പുതിയ സാധനം വന്നില്ലേ? സോ എന്താ? കെമിക്കൽ ചേഞ്ച് ആണ്. റസ്റ്റിംഗ് ഓഫ് an iron is undergoing rusting. അയോൺ തുരുമ്പിച്ച് അത് എന്ത് ചേഞ്ച് ആയി? Chemical change ആയി. Rusting of it. So how do you say that? Ripening of a chemical change. How do you say that? Ripening of a fruit. അതായത് ഒരു ഫ്രൂട്ട് എന്താ? റൈപ്പൻ ചെയ്യണം. അതൊരു കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, വേഗം പറഞ്ഞേ. How can you say? You can say whether it is a physical change or a chemical change. By how you can say that? You can say that by what? Yes.
ഒന്ന് ആലോചിച്ചേ. പച്ച മാങ്ങ. ഓ, റോ മാങ്ങ പ്രത്യേകത സ്ഥലി. ആ ഒരു റോ മാംഗോ എടുത്താ ആ റോ മാംഗോ എന്തായിരിക്കും? ഭയങ്കര ഉപ്പായിരിക്കും. ഓൺ ദ സെയിം ടൈം ഇഫ് യു ടേക്ക് റൈപ്പൻ മാംഗോ എടുത്താ മാംഗോ എങ്ങനെയായിരിക്കും? ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി സോ സ്വീറ്റ്. So നോക്കിക്കേ, ഇത് ഭയങ്കര പുളിപ്പും ഇത് ഭയങ്കര സ്വീറ്റും. It was sour and this is so sweet. So what is there? There is a change in the chemical composition. What is there? Change in chemical composition takes place. Okay. So ripening of a fruit. The ripening of a fruit is a chemical change because of the ripening. Different properties being formed. What is product? And you are getting a new product. See, pacha manga. When it gets ripened, you are getting a new product. You are getting what a new product. You are getting what a different property. You get a new product with different property. മനസ്സിലായോ? You are getting new product with different property. Okay. So അടുത്ത question നോക്കിക്കേ. 10th question. Complete the following reaction. ഈ following reaction ഒന്ന് വേഗം complete ചെയ്തേ. ആ വേഗം complete ചെയ്തേ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെസ്റ്റിംഗ് കൺഫേം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലോട്ട് when you pass carbon dioxide it creates like water milky, അതായത് that is the formation of calcium carbonate plus water. There is a formation of calcium carbonate plus water. Okay. So അടുത്തത് ഓക്കെ. സോ മനസ്സിലായോ? ഷോർട്ട് ആൻസറിലോട്ട് എത്തിയില്ലേ? എന്റെ പെട്ടെന്ന് കഴിഞ്ഞോ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? എങ്ങനെയാണ് ഗാൽവനൈസേഷൻ, എന്താണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ, റസ്റ്റിംഗ് എങ്ങനെയാണ്, അതൊക്കെ ആയിരുന്നു. പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, അതിനെ പറ്റി വന്നു അല്ലെ? ഇത് മനസ്സിലായില്ലേ? ശരിക്കും ഇവിടെ നോക്കിക്കേ, ലൈൻ വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ്, ലൈൻ വാട്ടർ എന്ന് വെച്ചാൽ calcium hydroxide. So in calcium hydroxide load, when you are passing carbon dioxide gas, you are getting water. Calcium carbonate plus water, you are getting calcium carbonate plus water. The calcium hydroxide are in the this is lime water. This is lime. So when you pass carbon dioxide to a lime water, it turns lime water milky. You are getting calcium carbonate. Okay. Okay. Now, short answer questions ആണ്. Classify the following processes into physical or chemical changes ആയിട്ട് നമ്മൾ classify ചെയ്യണം. Okay. So first one എന്താ? Beating of aluminium metal to make aluminium foil. അതായത് അലുമിനിയം മെറ്റലിനെ അലുമിനിയം ഫോയിൽ ആക്കി മാറ്റുക. അലുമിനിയത്തിന്റെ മെറ്റലിനെ അലുമിനിയം ഫോയിൽ ആക്കാന്ന് വെച്ചാൽ എന്താ? അലുമിനിയത്തിന്റെ ഒരു മെറ്റൽ ആണ്. സോ അലുമിനിയം മെറ്റൽ എന്ന് വെച്ചാൽ എന്താ? എന്താണ് അലുമിനിയം മെറ്റൽ? അലുമിനിയത്തിന്റെ മെറ്റൽ ജസ്റ്റ് അലുമിനിയം. അതിന് അലുമിനിയം ഫോയിൽ ആക്കി വെച്ചാൽ അലുമിനിയത്തിന്റെ ഫോയിൽ ആക്കി, അത്ര തന്നെ ഉള്ളൂ. സോ ബീറ്റിംഗ് ഓഫ് അലുമിനിയം മെറ്റൽ ടു മേക്ക് അലുമിനിയം ഫോയിൽ എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച്? അലുമിനിയം മെറ്റൽ ആണെങ്കിലും ഫോയിൽ ആണെങ്കിലും എന്റെ കോമ്പോസിഷൻ സെയിം അല്ലേ? ഇത് രണ്ടും എന്ത് ചേഞ്ചാ? ഇത് രണ്ടും എന്ത് ചേഞ്ച്? ഇതൊക്കെ എന്താ? ദീസ് ആർ ഫിസിക്കൽ അല്ലെ? ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ദീസ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഡൈജഷൻ ഓഫ് ഫുഡ്. ഫുഡ് എന്താ ചെയ്യുന്നത്? ഫുഡ് ഡൈജസ്റ്റ് ആവുന്ന എന്ത് ചേഞ്ചാ? അതായത് ഫുഡ് ഡൈജസ്റ്റ് ആവാണ്. സോ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ത് ചേഞ്ചാ? വാട്ട് ഇസ് ദാറ്റ് ചേഞ്ച്? വേഗം പറഞ്ഞേ. ഡൈജഷൻ ഓഫ് ഫുഡ് എന്താ? ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് വെച്ചാ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആയി നമ്മുടെ ബോഡിയൊക്കെ അബ്സോർബ് ചെയ്യുന്നു. അവിടെ ഫിസിക്കൽ ചേഞ്ച് ആണോ? ഫുഡ് പിന്നെ മാറി പറയാം എന്തൊക്കെ സാധനങ്ങളാവുന്നു അല്ലെ? പുതിയ സംസ്ഥാനങ്ങളൊക്കെ ആവുന്നുണ്ട്. സോ എന്ത് ചേഞ്ച് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. കട്ടിങ് ലോഗ് ഓഫ് ഫുഡ് ഇൻടു പീസസ്. ഒരു ഫുഡിനെ എങ്ങനെ, അതായത് കട്ടിങ് ലോഗ് ഓഫ് ഫുഡ് ഇൻടു ഒരു ഫുഡിനെ നമ്മൾ കുറച്ച് പീസസ് ആക്കി മാറ്റാം. അതായത് ഒരു വലിയ ഫുഡ് എടുത്ത് കുറച്ച് പീസസ്, ചെറിയ പീസസ് ആക്കാം. അങ്ങനെ നമുക്ക് പല ഇതിൽ പീസസ് ആക്കി വെക്കാം. അതെന്താ? ജസ്റ്റ് സൈസിന്റെ ഡിഫറൻസ് അല്ലേ? ഒരു വെജിറ്റബിൾ ക്യാരറ്റ് എടുത്തു, ക്യാരറ്റിനെ പീസസ് കട്ട് ചെയ്താണ് വെച്ചു. ഒരു വലിയ ക്യാരറ്റ് എടുത്താലും ക്യാരറ്റിനെ മുറിച്ച് കുറച്ച് പീസസ് ആക്കിയാലും ക്യാരറ്റ് തന്നെയല്ലേ? കഴിച്ചു നോക്കിയ ടേസ്റ്റിന് വല്ല വ്യത്യാസം ഉണ്ടോ? മുറിച്ചൊരു ക്യാരറ്റ് എടുത്തു, വലിയൊരു ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു മുറിച്ച് ഇത് കഴിച്ചാലും ഇത് കടിച്ചു കഴിച്ചാലും സെയിം തന്നെയല്ലേ? ടേസ്റ്റ് വല്ല വ്യത്യാസം ഉണ്ടാ? ഇല്ല. സോ എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച്.
ഓക്കെ. ആ അടുത്തെന്താ ബേണിംഗ് ഓഫ് ഫാക്ടേഴ്സ്. ബേണിംഗ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്ത് ചേഞ്ച് ആയിരിക്കും കെമിക്കൽ ചേഞ്ച്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? What are the differences between a physical change and chemical changes? Physical changes and chemical changes differences എന്തൊക്കെയാ? What are the differences between a physical change and chemical changes? പറഞ്ഞേ പറഞ്ഞേ. എന്തൊക്കെയാ ഡിഫറൻസസ്? വേഗം പറഞ്ഞ എന്തൊക്കെയാ ഡിഫറൻസസ് ഒരു ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസ്? ഫിസിക്കൽ ചേഞ്ചസ് വെച്ചെന്താ? നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം. ഫിസിക്കൽ ചേഞ്ചസിനോട് പുതിയ സാധനം ഒന്നും ഫോം ആവുന്നില്ല. കെമിക്കൽ ചേഞ്ച് കെമിക്കൽ കോമ്പോസിഷനിലെ ചേഞ്ച് വരാണ്. സി ഫിസിക്കൽ ചേഞ്ച് ഫിസിക്കലി ഒരു അപ്പിയറൻസിലെ ചേഞ്ച് ആണ്. അപ്പിയറൻസ് ആയിട്ട് പുതിയ സാധനം ഒന്നും ഫോം ആവുന്നില്ല. കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ ചേഞ്ചസ് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ അതായത് കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ആവാണ്. കെമിക്കലി അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കെമിക്കൽ അതിന്റെ കോമ്പോസിഷൻ മൊത്തം മാറാണ്. സോ ന്യൂ സബ്സ്റ്റൻസസ് ഫോം. ഓക്കെ. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ടെമ്പററി ചേഞ്ച്. ഓൺ ദ സെയിം ടൈം കെമിക്കൽ ചേഞ്ച് എന്താ ഒരു പെർമനന്റ് ചേഞ്ച് ആണ്. സി ഒരു വെജിറ്റബിൾ നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്ത് നമ്മൾ കറി ആക്കി. ആ കറി പിന്നെ പെർമനന്റ് ചേഞ്ച് അല്ലേ? ആ ഫിസിക്കൽ ചേഞ്ചസ് ഈസിലി റിവേഴ്സിബിൾ. ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് ഈസിലി ചിലപ്പോൾ റിവേഴ്സിബിൾ ആയിരിക്കും. മോസ്റ്റ്ലി ഈസിലി റിവേഴ്സിബിൾ ആണ്. കെമിക്കൽ ചേഞ്ചസ് എപ്പോഴും റിവേഴ്സിബിൾ അല്ലേ? ബേൺ ചെയ്ത പിന്നെ പേപ്പർ ബേൺ ചെയ്ത് നമുക്ക് ആഷ് കിട്ടി. ആഷിന് പിന്നെ നമുക്ക് പേപ്പർ വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും കിട്ടുമോ? ഇല്ല. Physical change എന്ന് വെച്ചാൽ എന്താ? Very little energy is absorbed or given out in the physical change. On the same time, chemical change എന്ന് വെച്ചാൽ a lot of energy is absorbed or given out in a chemical change. A lot of energy is absorbed or given out in a chemical change. Okay? See, okay. അതാണ് നമ്മളുടെ എത്രാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു? 12th question. ഇനി 13th question നോക്കിക്കേ. In addition to the formation of a new product, in addition to the formation of a new product formation അവിടെ സമയത്ത് what is the പിന്നെന്താ what changes do the chemical changes accompany? അതായത് കെമിക്കൽ ചേഞ്ചസ് അക്കമ്പനി കെമിക്കൽ ചേഞ്ചസിൽ കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ കെമിക്കൽ കോമ്പോസിഷനിലെ ചേഞ്ച്. അപ്പൊ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതല്ലാതെ പിന്നെ എന്തൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസ് നടക്കുക? അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതായത് ഈ കണ്ടീഷൻ ന്യൂ ഫോർമേഷൻ ദി ഫോളോയിങ് കെമിക്കൽ ചേഞ്ചസ് ഫോളോയിങ് ചേഞ്ചസ് ആണ് കെമിക്കൽ ചേഞ്ചസ് ആണ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താ? ഹീറ്റ് ലൈറ്റ് ഓർ എനി അതർ റേഡിയേഷൻസ് മേ ബി ഗിവൺ ഓഫ് ഓർ അബ്സോർബ്ഡ്. ഹീറ്റോ ലൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റേഡിയേഷൻ ഒന്നല്ലെങ്കിൽ റിലീസ് ആക്കും അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാം. ഓക്കെ. പിന്നെ സൗണ്ട് വേരി പ്രൊഡ്യൂസ് സൗണ്ട് പ്രൊഡ്യൂസ് ബേൺ ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നില്ല. അതൊരു കെമിക്കൽ ചേഞ്ച് അല്ലേ? അങ്ങനെ ചേഞ്ച് സ്മെൽ മേ ടേക്ക് പ്ലേസ് ഓർ ന്യൂ സ്മെൽ മേ ബി ഗിവൺ ഓഫ്. ഒരു സാധനം ആണെങ്കിൽ ന്യൂ സ്മെൽ കിട്ടും. ബേണിംഗ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ? ബേൺ ചെയ്ത ന്യൂ സബ്സ്റ്റൻസസ് ബോയിലിംഗ് ഫോം ആണ്. ചേഞ്ച് ഇൻ സ്മെല്ല്. മുട്ട കേട് വരിക. egg is getting spoiled. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? സ്മെൽ ചേഞ്ച് ഉണ്ട്. ആ സ്മെൽ ചേഞ്ച് അല്ലേ? പിന്നെ കളർ ചേഞ്ച് മേ ടേക്ക് പ്ലേസ്. സംടൈംസ് കളർ ചേഞ്ച് ചില റിയാക്ഷൻസ് ഒക്കെ കളർ ചേഞ്ച് നടക്കുന്നുണ്ട്. ലൈക്ക് കോപ്പർ സൾഫേറ്റ് ബ്ലൂ. കോപ്പർ സൾഫേറ്റ് പറഞ്ഞൊരു കെമിക്കൽ ആണ്. ആ കെമിക്കലിന്റെ കളർ എന്താണെന്ന് അറിയോ? ബ്ലൂ കളറാണ്. പക്ഷെ അതിലേക്ക് നമ്മളൊരു അയോൺ നെയിൽ ഉണ്ടല്ലോ, ഇരുമ്പിന്റെ അയോൺ നെയിൽ, അത് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ അത് എന്താ ഒരു ഗ്രീനിഷ് ഷെയ്ഡിലോട്ട് മാറും. ഈ ബ്ലൂ മാറി ഗ്രീനിഷ്. അതൊരു കെമിക്കൽ ചേഞ്ച് അല്ലേ? ഒരു കെമിക്കൽ മൊത്തമായിട്ട് മാറാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അവിടെ. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഒരു ചേഞ്ച് ഇൻ കളർ ഉണ്ട്. കണ്ടോ? ചേഞ്ച് ഇൻ കളർ കെമിക്കൽ ചേഞ്ചസിൽ ചേഞ്ച് ഇൻ കളർ നടക്കണ്ടെന്ന് മനസ്സിലായില്ലേ? പിന്നെ നമ്മൾക്ക് എന്താ? ഗ്യാസ് മേ ബി ചിലപ്പോൾ എന്ത് റിലീസ് ആവും? ഗ്യാസ്. സംടൈംസ് ഗ്യാസസ് മേ ബി ഇവോൾവ്. ഓക്കെ. ചിലപ്പോൾ ഗ്യാസസ് ഒക്കെ ഇവോൾവ് ചെയ്യാം. ഓക്കെ ഡൺ. ഇത്രയേ ഉള്ളൂ നമ്മുടെ 13th ക്വസ്റ്റ്യൻ. സോ ഹീറ്റോ ലൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റേഡിയേഷൻസോ ഗിവ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം? നമുക്കത് റിയാക്ഷന് ശേഷം അത് പുറത്തു വിടാം. പിന്നെ സൗണ്ട് മേ ബി പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് ചില സമയത്ത് പ്രൊഡ്യൂസ് ആക്കാം.
ചില സമയത്ത് സ്മെല്ലിലുള്ള ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ സ്മെല്ല് നമുക്ക് അവിടെ കിട്ടാം, അല്ലേ? പിന്നെന്താ, ആ കളർ ചേഞ്ച് മേ ടേക്ക് പ്ലേസ്, അതായത് അവിടെ കളർ ചേഞ്ച് ഒക്കെ അറിയാം. കളർ ചേഞ്ച് മേ ടേക്ക് പ്ലേസ്, റിയാക്ഷൻസിലൊക്കെ കളർ ചേഞ്ച് നടക്കുന്നുണ്ടല്ലോ. പിന്നെന്താ, ഗ്യാസ് മേ ബി ഫോം, അതായത് പുതിയ ഗ്യാസ് റിലീസ് ആക്കുക, ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ നടന്ന എന്താ, കെമിക്കൽ, ഇങ്ങനെയൊക്കെ നടന്ന എന്താ, അവിടെ കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് കൺഫേം ആയി. അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് വെച്ചാൽ അവിടെ കെമിക്കൽ ചേഞ്ച് നടന്നത് ഉറപ്പിക്കാം. ഇത്രയേ ഉള്ളൂ 13th ക്വസ്റ്റ്യൻ. 14th ക്വസ്റ്റ്യൻ നോക്കിക്കേ. Classify the following processes as physical change or chemical change. Photosynthesis എന്ന type of change ആ, photosynthesis എന്ന change ആ, photosynthesis എന്ന് പറഞ്ഞാൽ plants food ഉണ്ടാക്കാം, that is a chemical change. What is that change? That is a chemical change ആണ്. Okay, that is a chemical change. അടുത്ത എന്താ, dissolving sugar in water, അതായത് ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാം. ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ എന്ന് വെച്ചാൽ എന്താ, ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ, ഷുഗർ എന്തിൽ ഡിസോൾവ് ആവാണ്, വാട്ടറിൽ ഡിസോൾവ് ആവാണ്. ജസ്റ്റ് that is an example of physical change. ബേണിംഗ് ഓഫ് എ കോൾ, അതായത് കോൾ ബേൺ ചെയ്യാണ്. കോൾ എന്ന് വെച്ചാൽ എന്താ, കോളിന് മലയാളം എന്താണെന്ന് അറിയോ, കൽക്കരിയാ, കൽക്കരി എന്ന് പറയും. മുൻപൊക്കെ കോൾ എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, ട്രെയിൻസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി ഒരു ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. സോ കോൾ ബേൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ, കെമിക്കൽ ചേഞ്ച് അല്ലെ. അതായത് വാക്സ് മെൽറ്റിംഗ് എന്ത് ചേഞ്ചാ, മെൽറ്റിംഗ് ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഒക്കെ ഫിസിക്കൽ ചേഞ്ച് ആണ്. പിന്നെന്താ, ബീറ്റിംഗ് അലുമിനിയം ടു മേക്ക് തിൻ ഫോയിൽ, അലുമിനിയത്തിന് തിൻ ഫോയിൽ ആയി മാറ്റാം. അലുമിനിയം ഒരു മെറ്റൽ എങ്ങനെ എടുത്താലും തിൻ ഫോയിൽ ആക്കിയാലും രണ്ടിന്റെയും രണ്ടും അലുമിനിയം തന്നെയല്ലേ. സോ എന്ത് ചേഞ്ച് ആണ്, ഫിസിക്കൽ ചേഞ്ച് ആണോ. എന്ത് ചേഞ്ചാ, chemical change. Okay, digestion of food is a chemical change. Okay ആണോ, ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായില്ലേ? Can we go to the 15th ക്വസ്റ്റ്യനിലോട്ട് പോവാം? 15th ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലോഷൻ ഓഫ് എ ക്രാക്കർ is a chemical change. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് burning of firecrackers. So firecrackers burn ചെയ്യാന്ന് വെച്ചാൽ firecrackers ഫയർക്രാക്കേഴ്സ് ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോഡ് ചെയ്യുന്നു അല്ലെ. അത് എക്സ്പ്ലോഷൻ ആണ് നടക്കുന്നത്. ബേണിംഗ് ഓഫ് ഫയർക്രാക്കേഴ്സ് ഒരു എക്സ്പ്ലോഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ബോംബ്, ആറ്റം ബോംബ്, ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ എക്സ്പ്ലോഷൻ അല്ലേ, വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ ഒരു എക്സ്പ്ലോഷൻസ് ആണ്. അതേപോലെ ഫയർ ക്രാക്കേഴ്സിന്റെ ബേണിംഗ് എന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലോഷൻ ആണ്. എക്സ്പ്ലോഷൻ എന്ന് വെച്ചാൽ എന്താ, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റും ലൈറ്റും സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ആക്കി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഒരു പെർട്ടിക്കുലർ ഗ്യാസസ് ഒക്കെ റിലീസ് ചെയ്ത് ഉണ്ടാകുന്ന സാധനമാണ് എക്സ്പ്ലോഷൻ. സോ ഫയർ ക്രാക്കേഴ്സ് ബേൺ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ലോട്ട് ഓഫ് സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ. സോ എക്സ്പ്ലോഷൻ ഓഫ് എ ക്രാക്കർ അത് എന്ത് ചേഞ്ച്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അവിടെ കെമിക്കൽ കോമ്പോസിഷനിലാണ് ചേഞ്ചസ് വരുന്നത്. സോ ദാറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ആൻഡ് ന്യൂ പ്രൊഡക്ട്സ്, വെരി ന്യൂ പ്രൊഡക്ട്സ് ആർ ഫോംഡ്. സോ ദിസ് ഇസ് വാട്ട്, ദിസ് ഇസ് എ chemical change. Okay, so when we burn a cracker, it explodes. Explosion produces a heat, light, and sound, and unpleasant gases that pollute the atmosphere. So many new products are formed. So it is a chemical change. Okay. Assertion and reasoning question നോക്കിക്കേ. Assertion and reasoning questions എന്താ, assertion 16th question എന്താ, burning of any substance is always a chemical change. ഏത് സബ്സ്റ്റൻസ് ബേൺ ചെയ്യുന്നു എന്ത് ചേഞ്ച് ആണ്, that is a chemical change ആണ്. True ആണ്, ഞാൻ പറഞ്ഞില്ലേ, melting ആണ് ഫിസിക്കൽ ചേഞ്ച് ആകും. ബേണിംഗ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അത് ഓൾവേസ് എപ്പോഴും എന്ത് ചേഞ്ച് ആവും, കെമിക്കൽ ചേഞ്ച് ആകും. Chemical changes is also called as a chemical reaction. കെമിക്കൽ ചേഞ്ചസ് വെച്ചാൽ എന്തായാലും നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടത്താണല്ലേ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. പക്ഷെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയോ ഇല്ല. സോ ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബി വന്നില്ലേ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി ഫോർമേഷൻ ഓഫ് മാനുവർ ഫ്രം ദ ലീവ്സ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. അതായത് അതായത് ഒരു മാനുവർ എന്ന് വെച്ചാൽ വളം, ഫെർട്ടിലൈസർ ആയിട്ട്, അതായത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് മാനുവർ ആണ്, നമുക്ക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. സോ ലീഫ് ഡീക്ക് ആയിട്ട് മാനുവർ ആയി പോകും പ്ലാന്റിലോട്ട്. സോ ആ ഫോർമേഷൻ എന്തൊരു കെമിക്കൽ ചേഞ്ച് ആണ്, കാരണം കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ചസ് വരുവാണ്. സോ കെമിക്കൽ കോമ്പോസിഷൻ ലീവ്സ് ആർ സിമിലർ, അങ്ങനെ പറയാൻ പറ്റുമോ, ഇല്ല പറ്റില്ല. സോ സി A true ആണ്, but R is false. Okay. എന്താ, explosion of firecrackers is a physical change. Firecrackers explode ആവോ, firecrackers അല്ലോ, firecrackers explode ആവുന്ന എന്താ ചേഞ്ച്, physical change ആണ്. റീസൺ എന്താ, ഫിസിക്കൽ ചേഞ്ച് ആണോ, അല്ല. ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് വെച്ചപ്പോ അല്ല, ഇതൊരു കെമിക്കൽ ചേഞ്ച് അല്ലേ. ഇതെന്ത് ഫോൾസ് അല്ലേ.
Reason that physical changes are reversible change. അത് ശരിയാണല്ലോ. So A is false but R is true. ഇത് ഏത് ഓപ്ഷൻ വന്നു? D വന്നു. ആയില്ലേ? സിമ്പിൾ അല്ലേ? ഇത് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തേ. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവാത്തവരുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ആ ശരി. ഇറോഷൻ എന്താ? ഇറോഷൻ ഇസ് കെമിക്കൽ ചേഞ്ച്. ഇറോഷൻ കെമിക്കൽ ചേഞ്ച് ആണോ? ഇറോഷൻ കെമിക്കൽ ചേഞ്ച് ആണോ? ഇറോഷൻ എന്ന് വെച്ചാൽ എന്താ? മണ്ണാണ്ട് ഒലിച്ചു പോവാ. സോയിൽ ഇറോഷൻ എന്നൊക്കെ പറയും. കെമിക്കൽ ചേഞ്ച് അല്ല, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ. ഇറോഷൻ വിൻഡ് കാരണമാവാം, ചിലപ്പോൾ റിവേഴ്സിന്റെ ഫ്ലോ വാട്ടർ കാരണമാവാം, അങ്ങനെയല്ലേ? നമുക്ക് ഇറോഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് പ്ലാന്റിങ്, ട്രീസിനെ പ്ലാന്റ് ചെയ്ത് നമുക്ക് ഇറോഷൻസ് പ്രിവെന്റ് ചെയ്യും. സോ ഇറോഷൻ കെമിക്കൽ ചേഞ്ച് ആണല്ലോ. ദിസ് ഇസ് വാട്ട് ഫിസിക്കൽ ചേഞ്ച്. ദിസ് ഇസ് ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ. ടീച്ചർ എന്താ പറയുന്നത്? Erosion, the natural forces like wind, fluid, water, breaks down the rocks to form erosion. Natural forces like wind and fluid, water breaks down the rocks to form the soil. Okay, അതായത് റോക്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സോയിൽ ആണ്. സോ എന്ത് വരും? എ എന്ന ഫാൾസ് ആണ്, ബട്ട് ആർ ട്രൂ. എ ഫാൾസ്, ആർ ട്രൂ. ഇതിൽ ഏത് ഓപ്ഷൻ വരുന്നത്? നമുക്ക് ലാസ്റ്റ് അസർഷൻ ബേസിക് ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. ലാസ്റ്റത്തെ. അതായത് ലൈം വാട്ടർ ടേൺസ് മിൽക്കി, മിൽക്കി due to the presence of calcium bicarbonate. True. This is a confirmatory test of carbon dioxide. Carbon dioxide experimental test അല്ല, ഞാൻ confirmatory test എന്ന് പറയാം കേട്ടോ. ട്രൂ ആണ്. Digestion of food and melting of fats are considered similar type of changes. Digestion of food change ആണ്, ചേഞ്ച് ആണ് അല്ലെ? കെമിക്കൽ ചേഞ്ച് ആണ്, കോമ്പോസിഷൻ. ഞാൻ പറഞ്ഞു എന്ത് ചേഞ്ച് ആയിട്ട് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫിസിക്കൽ ചേഞ്ച് കൂടുതലും എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ് ഞാൻ പറഞ്ഞിരുന്നത്? മോസ്റ്റ്ലി ദേ ആർ റിവേഴ്സിബിൾ ചേഞ്ചസ്. ദേ ആർ റിവേഴ്സിബിൾ. കെമിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ കൂടുതലും എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ്? ഇറിവേഴ്സിബിൾ ആണ്. കെമിക്കൽ ചേഞ്ചസ് ഇറിവേഴ്സിബിൾ ആണ്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ എങ്ങനെ വന്നു? ദീസ് ആർ റിവേഴ്സിബിൾ. ഓക്കെ ആയില്ലേ? ഇനി അടുത്തതാണ് ലോങ് ആൻസർ ടൈപ്പ്. ഭയങ്കര ലോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇനി മുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇതാണ്. ഓക്കെ. സോ നമുക്ക് ഇനി 1 മിനിറ്റ് ബ്രേക്ക് വേണോ? 1 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് മതിയോ? എല്ലാരും ഓക്കെ ആണോ? ചാപ്റ്റർ ഈസി അല്ലേ? നമ്മൾ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും കഴിഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ചസ് കെമിക്കൽ ചേഞ്ചസ് എന്താണ് റിവേഴ്സിബിൾ, അതിന് കുറച്ച് എക്സാമ്പിൾസും പഠിച്ചാൽ എങ്ങനെയാണ് വരിക പഠിച്ച പിന്നെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ ചാപ്റ്ററിൽ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഇനി ലോങ് ആൻസറിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ നമ്മളിനി പോവാൻ പോകുന്ന എന്തിലോട്ടാ? ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് നോക്കിക്കേ. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഗിവൻ പിന്നെയും ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് എന്താ മെയിൻ? ഓക്കെ പോവാം. Give an example of a chemical reaction for which each of the following situations. നമ്മളുടെ chemical reactions, അതായത് chemical reactions ആണ്. ഓരോ എക്സാമ്പിൾസ് കേട്ടോ. chemical ചേഞ്ച് ഇൻ കളർ ഒബ്സർവ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ? സോ ചേഞ്ച് ഇൻ കളർ ഇസ് ഒബ്സർവ്. അതായത് ചേഞ്ച് ഇൻ കളർ എവിടെ ഒബ്സർവ് ചെയ്യുന്നേ? ഞാൻ മുന്നേയും ഇതേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നത്. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? CuSO4. ഓക്കെ, CuSO4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റ് ആണ് ഈ സൊല്യൂഷൻ. സോ ഇതിലോട്ട് നമ്മളൊരു അയോൺ ഡേറ്റ്, അതായത് അയോൺ ഡേറ്റ് അയോൺ ആണല്ലോ. അയോൺ ആയിരിക്കാം. ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? You will be seeing, അതായത് അയോൺ സൾഫേറ്റ് സൊല്യൂഷൻ ഫോമോ. അയോൺ സൾഫേറ്റ് സൊല്യൂഷൻ അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എല്ലാ സൊല്യൂഷനും കളർ ബ്ലൂ അല്ല കേട്ടോ, ഓരോ സൊല്യൂഷനും കളർ വ്യത്യാസമുണ്ട്. സോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ ആണ്. എന്ത് കളറായി മാറും? It will be changing into light green. It will be changing into light green ആയിട്ട് കളർ ചേഞ്ച് ആവും. Along with iron sulfate, you will be getting what? You will be getting copper. Cu എന്ന് വെച്ചാൽ കോപ്പർ ആണ്. It is brown. ഓക്കെ, ബ്രൗൺ ആണ്. സോ ചേഞ്ച് ഇൻ കളർ ഇസ് ഒബ്സർവ്ഡ്. കണ്ടോ, ബ്ലൂ കളർ സൊല്യൂഷൻ ആയിട്ടുള്ളത് സൊല്യൂഷൻ എന്ത് കളർ സൊല്യൂഷൻ ആയി പോയി? ലൈറ്റ് ഗ്രീൻ കളർ സൊല്യൂഷൻ ആയി. ബ്ലൂ കളർ സൊല്യൂഷൻ
ലൈറ്റ് ഗ്രീൻ കളർ സൊല്യൂഷൻ ആയി അല്ലെ, ബ്ലൂ കളർ എന്തായി, ലൈറ്റ് ഗ്രീൻ ആയി, സൊല്യൂഷനിൽ ചേഞ്ച് വന്നു. കളർ ചേഞ്ച് വന്നു. ഇത് ശരിക്കും ഒരു വേറെ ഒരു ടൈപ്പ് ഒരു നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വിളിക്കട്ടെ. എക്സാമ്പിൾ എന്താ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പറിനായിട്ട് എടുത്ത് മാറ്റുകയാണ്, എന്നിട്ട് അയൺ വരികയാണ്, ഡിസ്പ്ലേസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതിന് കോപ്പർ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കളർ ചേഞ്ച് ഒക്കെ വരുന്നത്. സോ കളർ ചേഞ്ച് ഇസ് ഓൾസോ ഈ ഒരു എക്സാമ്പിൾ സിമ്പിൾ. കളർ ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. ഓക്കെ, ഇത് ഗ്യാസ് ഇപ്പോൾ ചെയ്താലും നമുക്ക് എന്ത് പറയാം, ഗ്യാസ് കെമിക്കൽ റിയാക്ഷൻ ഹാസ് ഒക്കർ അല്ലെ. ഗ്യാസ് ഇവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, കെമിക്കൽ റിയാക്ഷൻ ഹാസ് ഒക്കർ. സോ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താ, ബേക്കിംഗ് സോഡ. സോഡ എന്നൊക്കെ പറയില്ലേ, ബേക്കിംഗ് സോഡ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറെ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയാം. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബീജമായിട്ട് മിക്സ് ചെയ്യണം. സോ വെൻ യു ആർ മിക്സ് ടുഗദർ, ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കും. കെമിക്കൽ ചേഞ്ച് വിൽ ടേക്ക് പ്ലേസ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ബബിൾസ് റിലീസ് ആവുന്നുണ്ട്, അലോങ് വിത്ത് അതർ സബ്സ്റ്റൻസ് ലൈക്ക് സോഡിയം അസറ്റേറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ റിലീസ് ആവും. സോ ബബിൾസ് പോലെ ഇങ്ങനെ ബബിൾസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. സോ നമുക്ക് ഈ ബബിൾസ് എന്താണ് പറയാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പറയാം. ഓക്കെ ഓക്കെ. പിന്നെന്താ, പിന്നെ തേർഡ് വൺ എന്ത്, സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് പ്രൊഡ്യൂസ് ആകുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ സൗണ്ട് പ്രൊഡ്യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ. സോ സൗണ്ട് പറയുമ്പോൾ എങ്ങനെയാ, ഫയർ ക്രാക്കേഴ്സ് ബേൺ ചെയ്യാണ്. ഓക്കെ, ഫയർ ക്രാക്കേഴ്സ് ബേൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാ, അല്ല വലിയ സൗണ്ട് നമുക്ക് കേൾക്കും അല്ലെ. Explosion of the fireworks produces large amount of heat, അതായത് ലൈറ്റും ഹീറ്റും സൗണ്ട് ഒക്കെ ലാർജ് എമൗണ്ടിൽ അല്ലെങ്കിൽ അൺപ്ലസന്റ് ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ടെങ്കിൽ, that is an example for what, ഒരു ഫയർ ക്രാക്കേഴ്സ്, എക്സ്പ്ലോഷൻ ഓഫ് ഫയർ ക്രാക്കേഴ്സ് is an example for what, ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? So now moving to 22nd question. So now moving to 22nd question. If you leave a piece of iron for a few days, അതായത് ഒരു പീസ് ഓഫ് അയൺ നമ്മൾ പുറമെ ഒരു few days വെക്കുകയാണ്. ഓക്കെ, പുറമെ വെക്കുകയാണ്. It occurs a film of brownish substances. അതായത് അതിന്റെ മേലെ ഒരു ബ്രൗണിഷ്, ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അങ്ങനെ വന്നിട്ടുണ്ടാവാം അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു ആ ബ്രൗണിഷ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ എന്ന് പറയും. അതെന്താണ്, തുരുമ്പാണ്. ഡു യു തിങ്ക് റസ്റ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം അയൺ? അല്ലേ? യെസ്, റസ്റ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം ദി അയൺ. സി, ഒരു അയണും റസ്റ്റ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആണ്. അയൺ റസ്റ്റ് എന്താണെന്ന് നോക്കിക്കേ, അയൺ Fe2O3 അയണിന്റെ ഓക്സൈഡ് ആണ്, ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ്, ഫെറിക് ഓക്സൈഡ് എന്ന് പറയാം. ഓക്കെ, സോ ഇതിൽ നോക്കിയാൽ അയൺ ഓക്സിജൻ ഉണ്ട്, ഇതാണ് റസ്റ്റ്. Fe2O3 ഇതാണ് നമ്മുടെ റസ്റ്റ് അല്ലേ. ഓക്കെ, so there's rust and iron are not same substances. Rust and iron and substances അല്ല, they are not same substances. Rust and iron are same substances. B എന്താ, can you change rust back into iron? സിമ്പിൾ മെത്തേഡ്. ഈ റസ്റ്റ് അയൺ, അതായത് റസ്റ്റ് എന്ന് വെച്ചാൽ Fe2, അതായത് ഫെറിക് ഓക്സൈഡ്. ഈ ഫെറിക് ഓക്സൈഡ് നമുക്ക് തിരിച്ച് അയൺ, അതായത് Fe ആയിട്ട് മാറ്റാൻ പറ്റുമോ? തിരിച്ചു മാറ്റാം. തുരുമ്പിച്ചൊരു സാധനം നമുക്ക് തിരിച്ച് അയണാക്കാൻ മാറ്റാൻ പറ്റുമോ? തുരുമ്പിച്ച സാധനം കുറച്ചുകൂടി തുരുമ്പിച്ചാൽ പൊടി ആയി പോവും. നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതും ഭയങ്കര സിമ്പിൾ മെത്തേഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നോ. ഇത് എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ്? ഇത് എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ്? പറ്റില്ല. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ചേഞ്ച്. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, yes, rusting of iron and change ആണ് chemical change ആണ്. Rusting of iron combines with oxygen, അല്ലെ, ഓക്സിജനുമായിട്ടും അറ്റ്മോസ്ഫിയറിലുള്ള മോയിസ്ചറുമായിട്ടും, പുറത്തല്ലേ മോയിസ്ചർ ആയിട്ടും റിയാക്ട് ചെയ്ത് നമുക്ക് ഒരു പുതിയ സബ്സ്റ്റൻസ് കിട്ടുകയാണ്. ആ സബ്സ്റ്റൻസ് ആണ് റസ്റ്റ് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസസ്, അതായത് ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ്. This oxide, അതായത് ഈ അയൺ ഓക്സൈഡ് ആണ് നമ്മളുടെ റസ്റ്റ് എന്ന് വെച്ചാൽ. ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച് ആണ്. It cannot be reversed back. This is rusting. Find the change, chemical change. Okay. Okay, D എന്താ, give two other examples of similar type of changes. Similar type of changes ന് കുറച്ച് examples പറഞ്ഞു തന്നെ. അതായത് കെമിക്കൽ ചേഞ്ചസിന് കുറച്ച് എക്സാമ്പിൾ. ഗിവ് ടു എക്സാമ്പിൾസ്. അതായത് കെമിക്കൽ ചേഞ്ചസിന് കുറച്ച് എക്സാമ്പിൾ എന്താ, ഫയർ ക്രാക്കേഴ്സ് എക്സ്പ്ലോഷൻ ഓഫ്, അതായത് ഫയർ ക്രാക്കേഴ്സ് ബേൺ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഡൈജഷൻ ഓഫ് ഫുഡ് എക്സാമ്പിൾ ആണ്. റസ്റ്റിംഗ് എക്സാമ്പിൾ ആണ്. കേർഡ് എന്താ, കേർഡ് ചേഞ്ചിങ്, അതായത് കേർഡിൽ മിൽക്ക് കേർഡ് ആവുന്ന ഒരു എക്സാമ്പിൾ ആണ് അല്ലേ.
പിന്നെ സെറ്റിംഗ് ഓഫ്, അതായത് കേർഡ്ലിംഗ്, സെറ്റിംഗ് ഓഫ് കേർഡ് ഫ്രോം മിൽക്ക്, അതായത് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറയാം. മിൽക്ക് ചേഞ്ചിങ് ഇൻ ടു കേർഡ്. പിന്നെ എന്താ ബേർഡിംഗ് ഓഫ് മെഗ്നീഷ്യം ഫോം, അത് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ മെഗ്നീഷ്യം റിബൺ വെച്ചാൽ മെഗ്നീഷ്യം റിബൺ ഇസ് ബേർണിംഗ് ഓഫ് മെഗ്നീഷ്യം വെച്ചാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ആൻഡ് യു ആർ ഗെറ്റിംഗ് വാട്ട് 2 MgO. You are getting magnesium oxide plus heat plus light അല്ലെ. Magnesium oxide heat and light കിട്ടുകയാണ്. Magnesium oxide എന്താ, this is a white ash. This is a white ash ആണ് കിട്ടുക. Magnesium ഉണ്ട്, magnesium oxide. Magnesium is reacting with oxygen എന്ന് വെച്ചാൽ എന്താ, this is magnesium reacting with oxygen. Magnesium is reacting with oxygen എന്ന് വെച്ചാൽ it burns with what flame? It burns with a white flame. Okay. Okay. So now 23rd question. What is this 23rd question? When baking soda is mixed with vinegar. വിനീഗറുമായിട്ട് മിക്സ് ചെയ്താ എന്ത് സംഭവിക്കുന്നത്? When baking soda is mixed with vinegar. When baking soda എന്ന് വെച്ചാൽ എന്തായിരുന്നു? സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. സോ ബേക്കിംഗ് സോഡ എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം sodium hydrogen carbonate അല്ലെങ്കിൽ sodium bicarbonate. So when baking soda is mixed with vinegar, the bubbles are formed with the evolution of gas. അതായത് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതോടൊപ്പം കുറച്ച് ബബിൾസ് ഫോം ആവുന്നുണ്ടല്ലേ, കാരണം എന്താ, കാർബൺ ഡൈ ഓക്സൈഡാ. സോ ഒരു ബേക്കിംഗ് സോഡ നമ്മൾ വിനീഗറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ when you are mixing together, there is a chemical change take place between the sodium hydrogen carbonate and acetic acid. അതായത് സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ആണല്ലോ നമ്മളുടെ ബേക്കിംഗ് സോഡ, അതായത് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. സോ ഈ സോഡിയം ഹൈഡ്രോജൻ കാർബണിലോട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ അസിറ്റിക് ആസിഡ്, അതായത് അസിറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താ, വിനീഗർ എന്തൊരു ആസിഡ് ആണ് അല്ലെ, അതിന്റെ പേരാണ് അസിറ്റിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ. സോ അസിറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് സോഡിയം അസിറ്റേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, യു ആർ ഗെറ്റിംഗ് വാട്ടർ. ഓക്കെ. Okay, you are getting sodium. What are you getting? You are getting sodium acetate, carbon dioxide, water നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ സോഡിയം അസിറ്റേറ്റും കിട്ടുന്നുണ്ട്, വാട്ടറും കിട്ടുന്നുണ്ട്, നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ആവുന്നുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ഗ്യാസ് ഇവോൾവ്. gases evolve അല്ലെ. സോ ഈ ഗ്യാസ് ഇവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? when gas is evolved, you can say that a chemical reaction has taken place. So okay, what happens when the gas is okay. So പിന്നെ അടുത്ത എന്താ, what happens when the gas is passed to lime water? See, ഒരു ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്താ, ലൈം വാട്ടറിന്റെ കെമിക്കൽ നെയിം എന്താ, ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്താ, കാൽഷ്യം hydroxide അല്ലേ ലൈം വാട്ടർ. See, carbon dioxide gas is produced passing through a freshly prepared lime water shown in the figure. Freshly prepared lime water ലൂടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ പാസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? സി when it is pass നോക്കിക്കേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ ലൈം വാട്ടറിലോട്ട് നമ്മൾ എന്തേ പാസ് ചെയ്യുന്നത്? ഫ്രഷ്ലി പ്രിപ്പയർഡ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുക. യു ആർ ഗെറ്റിംഗ് കാൽഷ്യം കാർബണേറ്റ്. നമുക്ക് എന്താ കിട്ടുന്നത്? കാൽഷ്യം കാർബണേറ്റ് കിട്ടും. കാൽഷ്യം കാർബണേറ്റ് ആണ് ലൈം വാട്ടർ because of the formation of calcium carbonate. Understood? Okay. So lime water is calcium hydroxide solution. In calcium hydroxide solution, അതായത് CaOH2. ഇതാണ് നമ്മളുടെ lime water. So when lime water is calcium hydroxide solution, so when carbon dioxide gas is passed through lime water, then calcium hydroxide combines with carbon dioxide to form a white solid substance. Calcium carbonate, which makes lime water milky. Okay. This chemical change can be in the form of water equation, that is calcium hydroxide plus carbon dioxide gives calcium carbonate plus water. Okay, Ellen? So the reaction between lime water and dioxide gas is a chemical change. Reaction between lime water and carbon dioxide gas is a chemical change because a new substance like calcium carbonate is formed during the state. Is a change in the form of ഒരു പുതിയ സബ്സ്റ്റൻസ്, അതായത് കാൽഷ്യം കാർബണേറ്റ് എന്നൊരു പുതിയ സാധനം ഫോം ആവുമല്ലേ, ഇതാണ് ലൈം വാട്ടർ turning to milky because of the formation of this, right? Okay. So turning of lime water to milky is a standard test for carbon dioxide. So carbon dioxide gas ഉണ്ടോന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. Okay.
സോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ മതി. ലൈം വാട്ടർ മിൽക്കി ആവുന്നുണ്ടോ, അതായത് ലൈം വാട്ടർ അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മിൽക്കിന് ഒരു പാല് പോലെ ഇങ്ങനെ വെള്ള പോലെ ആ മിൽക്കി വൈറ്റ്, അതാണ് മിൽക്കി ടേൺസ് മിൽക്കി എന്ന് വെച്ചാട്ടോ. നമ്മൾ നോർമലായിട്ട് പറഞ്ഞ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ പറഞ്ഞു പോകുന്നതാ, വായ്പാട്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാ. പിന്നെന്താ 24% മെഗ്നീഷ്യം റിബൺ ബേൺസിനെ. ഈ മെഗ്നീഷ്യം റിബൺ എത്രാമത്തെ തേർഡ് ടൈം ആണ് തോന്നുന്നു അല്ലേ? ഓ മൈ ഗോഡ്. മെഗ്നീഷ്യം റിബൺ ബേൺസ് ഇൻ എയർ ആൻഡ് ചേഞ്ചസ് ടു വൈറ്റ് സബ്സ്റ്റൻസ് ചേഞ്ച് ആണ്. എന്ത് ക്ലീൻ പറഞ്ഞു മാറ്റാലോ അല്ലേ? ഇങ്ങനെ ഓക്കെ. നമ്മൾ മുമ്പൊക്കെ ചെറുതായിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇറേസർ കൊണ്ട് ഇങ്ങനെ മായ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇറേസർ. നമുക്ക് തെറ്റൊന്നും വേണ്ട, മാച്ച് 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 മാച്ച്. അടിപൊളിയായിരുന്നു. Pentecost എന്താ മെഗ്നീഷ്യം റിബൺ ബേൺസ് ഇൻ എയർ. മെഗ്നീഷ്യം റിബൺ എയറിൽ ബേൺ ചെയ്യാന്ന് വെച്ചാൽ മെഗ്നീഷ്യം ബേൺസ് ഇൻ എയർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. Mg പ്ലസ് ചേഞ്ചസ് ഇൻ എയർ പ്രൊഡ്യൂസ് എ വൈറ്റ് സബ്സ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. 2MgO ആണ്. മെഗ്നീഷ്യം ഓക്സൈഡ് ഇതാണ് നമ്മുടെ വൈറ്റ് ആഷ്, ദാറ്റ് ഈസ് മെഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് കിട്ടും. മെഗ്നീഷ്യം ഓക്സൈഡ് ഡിസോൾവ്, മെഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ആയ വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്, give reason supportive answer, express the changes in the form of an equation. നമ്മൾ ജസ്റ്റ് നമ്മൾ നോക്കിയത് തന്നെയായിരുന്നു. അതിനൊരു ഇക്വേഷൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അത്രയേ ഉള്ളൂ. സോ മിക്സിംഗ് ഓഫ് ആഷ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് ഓഫ്, അതായത് മെഗ്നീഷ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇതാണ് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം. അതായത് മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടാണ് അല്ലേ? ആണ്. So magnesium is burning with oxygen and you are getting magnesium oxide. അല്ലെ magnesium oxide എന്തൊരു ആണ്. സോ ഇതാണ് നമ്മൾ burning of magnesium. സോ ഈ നമുക്ക് കിട്ടിയ മെഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിൽ ഡിസോൾവ് ആക്കി ഒരു പുതിയൊരു ഒരു ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടാകും. സോ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ആക്കി കിട്ടുന്നത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോ വാട്ട് യു ഗെറ്റ് എ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. സോ ദിസ് ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. വാട്ട് ഇസ് എ ചേഞ്ച്? ഇറ്റ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അതായത് മെഗ്നീഷ്യത്തിനെ ഡിസോൾവ് ആക്കി വെള്ളത്തിൽ ഡിസോൾവ് ആക്കി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇത് ആസിഡ് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ നമുക്ക് നോക്കാം. അതും അങ്ങനെയും ചോദിക്കാവേ. വാട്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഇസ് ദാറ്റ് എന്ന് വെച്ചാൽ വെദർ ഇറ്റ് ഈസ് അസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ എന്നാണ്. സോ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിലോട്ട് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ടാൽ ബ്ലൂ ലിറ്റ്മസ് വിൽ ബി ചേഞ്ച് ഇറ്റ്സ് കളർ ടു റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട കളർ ചേഞ്ച് ഉണ്ടാവില്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ ഇട്ട റെഡ് ലിറ്റ്മസ് ചേഞ്ചസ് ഇറ്റ്സ് കളർ ടു വൈറ്റ്. റെഡ് ലിറ്റ്മസ് യൂസ് ചെയ്ത റെഡ് ലിറ്റ്മസ് ചേഞ്ചസ് ഇറ്റ്സ് കളർ ടു വൈറ്റ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട കളർ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം എന്താ? ഇതൊരു ബേസിക് ആണ്. This is the basic. ഇതൊരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. വാട്ട് ഇസ് ദാറ്റ് സബ്സ്റ്റൻസ്? ഇവിടെ എന്ത് സബ്സ്റ്റൻസ് ആ? ഇതൊരു ബേസിക് സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ ആയോ? വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഇസ് എ ബേസിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ ബേസിക് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഹൗ ഡു യു നോ ദാറ്റ് വെദർ ഇറ്റ് ഇസ് ബേസിക് ഓർ നോട്ട്? ഓക്കെ, how do you know whether it is basic or not? See, ഈ സാധനം ബേസിക് ആണ് നമുക്ക് ഇങ്ങനെ ലിറ്റ്മസ് പേപ്പർ നോക്കണ്ടേ? See, ഈ OH ഇല്ലേ കേട്ടോ, ഈ OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് അറിയോ? ഓക്കെ, സോ ഈ OH എന്താന്ന് വെച്ചാൽ OH നമുക്ക് ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ആണ്. നമ്മൾ എന്താ പറയാ? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ്. സോ അങ്ങനെ ഒരു ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദർ ഇസ് എൻ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ദർ ഇസ് എൻ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ദാറ്റ് വിൽ ബി ബേസിക്. ഓക്കെ, 24th ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? Can we move to 25th question? എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ എന്തോ നമുക്ക് നോക്കാം. 25th നമുക്ക് നോക്കാം. പിന്നെ candle burn ചെയ്യാണ്. Physical changes and chemical changes take place. Identify these changes. Give another examples of a familiar process in which both chemical changes and physical changes takes place. അത്രയേ ഉള്ളൂ. അതായത് ക്യാൻഡിൽ ബേൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ക്യാൻഡിൽ ബേണിംഗ് എന്ന് വെച്ചാൽ ബോത്ത് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും അവിടെ നടക്കുന്നുണ്ട്. മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് വാക്സ് ടു ഫോം എ ലിക്വിഡ് വാക്സ്. അതായത് വാക്സ്, ക്യാൻഡിൽ പറഞ്ഞാൽ എന്താ? ഒരു വാക്സ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, വാക്സ് അല്ലേ? സോ മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് വാക്സ് എന്താ? ഒരു സോളിഡ് വാക്സ് മെൽറ്റ് ആവുകയാണ്. ഓക്കെ, മെൽറ്റിംഗ് എന്ന് വെച്ചാൽ അവിടെ ഫിസിക്കൽ ചേഞ്ച് അല്ലേ? ബേണിംഗ് ഓഫ് ദ വാക്സ് വേപ്പേഴ്സ് എന്ന് വെച്ചാൽ അവിടെ കെമിക്കൽ ചേഞ്ച്. അതേപോലെയാണ് LPGന്റെ കേസും. LPG ഇമ്പോർട്ടൻ്റ് ബോത്ത് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും. അതായത് ഈ LPG സിലിണ്ടറിന് പുറത്ത് വരുന്നത് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. അതായത് ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ത് ചേഞ്ചാ? അതായത് LPG ലിക്വിഡ് ആയിട്ടുള്ളത് കൺവേർട്ട് ചെയ്യുന്നു. അത് എന്ത് ചേഞ്ച്?
physical change arrives. It is stored as LPG inside the cylinder. അത് പുറമെ എന്ത് gaseous സ്റ്റേറ്റിലോട്ട് വന്നു. ആ gaseous സ്റ്റേറ്റിലോട്ട് വരുന്ന ചേഞ്ച് ഫിസിക്കൽ ചേഞ്ച് ആണ്. ആ വന്ന സാധനം പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ബേൺ ചെയ്യുന്നു. So it is a chemical change. So burning it in the air is an example. It is a chemical change. Okay ആയില്ലേ? ഇനി ഇവിടെ എന്താ ചോദിക്കുന്നത്? Give two examples of physical changes which are reversible. Physical changes which are reversible. Reversible physical change. പേപ്പർ ഫോൾഡ് ചെയ്യാണ്, ഫിസിക്കൽ ചേഞ്ച് അല്ലേ? റിവേഴ്സിബിൾ അല്ലേ? മെൽറ്റിംഗ് ഓഫ് ഐസ് റിവേഴ്സിബിൾ ഫിസിക്കൽ ചേഞ്ച് അല്ലേ? ഒരു ബലൂൺ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ വി ആർ ബ്ലോയിങ് ദ ബലൂൺ, അതൊരു ഫിസിക്കൽ ചേഞ്ച് അല്ലേ? റിവേഴ്സിബിൾ അല്ലേ? ആ എയർ പുട്ട മൊത്തം ഗ്യാസ് മറ്റേ എയർ മൊത്തം പോയി നോർമൽ സ്റ്റേജിൽ വരും. And the physical changes which are not reversible. Physical changes which are not reversible. പേപ്പർ tear ചെയ്യുക, ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക, സിയർസ്. അതിന്റെ സൈസ് മാത്രമല്ലേ അവിടെ ഡിഫറൻസ് വരുള്ളൂ. അതേപോലെ ലൈക്ക് ബലൂണ് ബ്ലോ ചെയ്ത് പൊട്ടിച്ച് എന്താ ഇറിവേഴ്സ്, അതായത് നോട്ട് റിവേഴ്സിബിൾ ആണ്, ഇറിവേഴ്സിബിൾ ആയി. കാരണം പിന്നെ നമുക്ക് വലുതാക്കാൻ പറ്റില്ല, എയർ ഫിൽ ചെയ്യാൻ പറ്റില്ല. So these are physical changes which are not reversible. പിന്നെ കുറച്ച് കെമിക്കൽ ചേഞ്ചസ്, എത്ര നേരം നമ്മൾ കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാ മിൽക്ക് കേർഡ് ആവുക, റസ്റ്റിംഗ് ഓഫ് അയേൺ, ഫയർ ക്രാക്കേഴ്സ് ബേൺ ചെയ്യുക, പിന്നെന്താ മെഗ്നീഷ്യത്തിന്റെ റിയാക്ഷൻ ഓഫ് മെഗ്നീഷ്യം അല്ലെ, ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ, മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുക, വിനീഗർ ബേക്കിംഗ് സോഡയുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് ആവുന്ന പറഞ്ഞു. എന്താ കെമിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ് ഓഫ് വുഡ്, ബേണിംഗ് ഓഫ് മാച്ച് സ്റ്റിക്ക്, ബേണിംഗ് ഓഫ് പേപ്പർ, ഏതൊരു സാധനം ബേൺ ചെയ്യുക, കുക്കിംഗ് ഓഫ് ഫുഡ്, അതൊക്കെ എന്ത് ചേഞ്ച് ആണ്? അതൊക്കെ കെമിക്കൽ ചേഞ്ചസ് ആണ്. സോ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയായില്ലേ? നമ്മൾക്ക് എന്ത് ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോവിംഗ് ആണ് അല്ലെ? മാച്ച് ദി ഫോളോ നോക്കിക്കേ. ഇറോഷൻ എന്ത് ചേഞ്ച് ആണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്, കെമിക്കൽ ചേഞ്ച് ആണോ? ഇറോഷൻ എന്ത് ചേഞ്ച് ആണ്? ഇറോഷൻ ഇസ് ആ ഫിസിക്കൽ ചേഞ്ച് അല്ലെ? ഇറോഷൻ എന്ത് ചേഞ്ച് ആണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. ടേൺസ് ലൈം വാട്ടർ മിൽക്കി എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. സോറിംഗ് ഓഫ് ദ മിൽക്ക്, സോറിംഗ് അതായത് മിൽക്ക് നീ നോക്കിക്കേ അയൺ ഓക്സൈഡ് എന്ന് വെച്ചാൽ ലെയർ ആണ്, റസ്റ്റ്. സോ സോറിംഗ് ഓഫ് ദ മിൽക്ക് പറഞ്ഞാൽ എന്താ? മിൽക്ക് സോറിംഗ് കെമിക്കൽ ചേഞ്ച് ആണ്. റോക്ക് വെതറിംഗ് ഓഫ് റോക്ക് കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും ഇൻവോൾവ് ആണ്. ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, സോ 27th ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇറോഷൻ ഇറോഷൻ ഫിസിക്കൽ ചേഞ്ച് ആണ്. റോക്സ് വെതറിംഗ് ഓഫ് റോക്ക് എന്ന് വെച്ചാൽ ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് ആണ്. മിൽക്ക് സോറിംഗ് ഓഫ് കെമിക്കൽ ചേഞ്ച്, കെമിക്കലി അവിടെ ചേഞ്ച് ഉള്ളതുകൊണ്ടല്ലേ മിൽക്ക് സോർ ആവുന്നത്. മിൽക്ക് നോർമലി ഒരു ബ്ലാങ്ക്, ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു സാധനമാണ്, ഇഷ്ടമല്ല. പക്ഷെ ബൂസ്റ്റും കോംപ്ലാൻ ഒക്കെ ഇട്ടാ മിൽക്ക് ഓക്കെ ആണല്ലേ? അതെന്തുകൊണ്ടെന്ന് അറിയില്ല അല്ലേ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ, സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലോട്ട് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പാസ് ചെയ്ത വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് കാൽഷ്യം കാർബണേറ്റ് ഫോർമേഷൻ ആണ്. അയൺ ഓക്സൈഡ് വെച്ചാൽ അപ്സ്റ്റിംഗ് ആണ് അയൺ ഓക്സൈഡ്. 27th ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? So if you leave a piece of iron on for a few days, it acts a filmy brownish അല്ലെ, ഒരു brownish substance പുറമെ വരുന്നുണ്ടാവും. അത് നമ്മൾ rust എന്നാ പറയാ, പിടിപ്പിക്കാന്ന് പറയാം. Do you think rust is different from iron? Yes, rust is different from iron അല്ലെ? Rust എന്ന് വെച്ചാൽ ഒരു brownish substance വരികയാണ്. So can you change rust back into iron? Simple method. No, you cannot change. Can you change rust back into iron? No, you cannot change. നമുക്ക് തിരിച്ച് പറ്റില്ല, സിമ്പിൾ മെത്തേഡിലൊന്നും പറ്റില്ല, കാരണം അവിടെ കെമിക്കലി ചേഞ്ച് വന്നു. Okay, do you think the formation of rust from iron is a chemical change? Yes, ഒരു chemical change ആണ്. Like ഒരു പുതിയ substance formation ആണ്. It is a chemical change and it cannot be reversed. അതൊരു irreversible change ആണ്. Give further examples of similar type of changes. Similar type of changes എന്ന് വെച്ചാൽ എന്താ? അതായത് chemical changesന് കുറച്ച് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് burning of paper, ripening of fruits എന്താ എക്സാമ്പിൾ ആണ്. Explain why burning of wood and cutting into small pieces consider two different types of changes. Simple. ബേണിംഗ് ഒക്കെ വെച്ചാൽ വുഡ് ബേൺ ചെയ്യാണ് അല്ലെ? ഒരു വുഡ് ബേൺ ചെയ്യുന്ന വെച്ചാൽ വുഡ് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലെ എയറുമായിട്ട് റിയാക്ട് ചെയ്യണം. അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും ഒരു എയർ ഉണ്ടെങ്കിൽ കത്തുമില്ല. അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ കത്തൽ നടക്കുന്നുള്ളൂ. then only it will burn. So wood is reacting with oxygen and it burns. ചെയ്തതിനു ശേഷം നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്, ആഷ് ആണ് കിട്ടുന്നത്. സി, ഒരു വുഡ് ബേൺ ചെയ്ത് നമുക്ക് ആഷ് കിട്ടും. ആഷ് ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ്. ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ്. ഈ റിയാക്ഷൻ, അതായത് വുഡ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് അബ്സോർബ്സ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റും ലൈറ്റും ഒക്കെ പ്രൊഡ്യൂസും ചെയ്യും അല്ലെ? ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ദ റിയാക്ട് അല്ലെ, കത്തുന്ന സമയത്ത്. ഇതെന്ത് ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം കട്ടിങ് ഇൻ ടു പീസസ്, അതായത് വലിയ വുഡിനെ കുറച്ച് പീസസ് ആക്കി ഇങ്ങനെ വെച്ചാൽ
സൈസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ സെയിം ആണ്. വുഡ് മുറിച്ച് കഴിഞ്ഞാൽ വുഡ് വേറെ വല്ലതുമായി മാറുണ്ടോ? ഇല്ല. അതൊക്കെ എന്താക്കും? അതെന്തായാലും ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ. സോ അങ്ങനെ ഫിസിക്കൽ ചേഞ്ചസ് ആയി കെമിക്കൽ ചേഞ്ചസ് ആയി. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത 30th ക്വസ്റ്റ്യൻ നോക്കിക്കേ. Rahul was a student of class 7. His father purchased a new bicycle for him on his birthday. In a few months, he found that the cycle chain and even the handle get rusted. His father advised him to apply a coating of paint the cycle and not to keep it in open in the future. Now, so the following question. Why his cycle get rusted? എന്തുകൊണ്ടാണ് സൈക്കിൾ റസ്റ്റ് ആയി പോയെ? സിമ്പിൾ. കാരണം എന്താ? ഈ സൈക്കിൾ എന്ന് വെച്ചാൽ അയോൺ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ. സോ this സൈക്കിളിന്റെ പാർട്സ്, അതായത് അയോൺ വിൽ ബി റിയാക്ടിങ് വിത്ത് എയർ അല്ലെ. എയറിലുള്ള, അതായത് എയറിലുള്ള ഓക്സിജനുമായിട്ടും അതേപോലെ വാട്ടറുമായിട്ടും അതായത് മോയിസ്ചറുമായിട്ടും റിയാക്ട് ചെയ്ത് യു വിൽ ബി ഗെറ്റിംഗ് റസ്റ്റ് അല്ലെ. അയൺ ഓക്സൈഡ്. So why his cycle get rusted? കാരണം എന്താണ്? റസ്റ്റിംഗ് ആണ്. ഓക്സിജൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് oxygen and water, his cycle gets rusted slowly. Okay. See, D എന്താ? What do you mean by rusting of iron? അതായത് അയൺ റസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? What do you mean? So if iron objects are left in humid conditions for a longer time, they get covered with the reddish brown, reddish brown left into 3-layer formation. Now, this is called as rusting of iron. ഇത് നമ്മൾ rusting of iron എന്ന് പറയും. This is called as what? Rusting of iron എന്ന് പറയും. What do you mean by rusting of iron? The formation of reddish brown layer called Fa2O3. ഇതിനാണ് നമ്മൾ rusting എന്ന് പറയാം. What values are shown by the Rahul's father? രാഹുലിന്റെ ഫാദർ എന്ത് വാല്യൂസ് ആണ് ഷോ ചെയ്യുന്നത്? പുറമേ വെക്കണ്ടെന്നൊക്കെ കെയറിംഗ് അവയർനെസ് ഇന്റലിജൻസ് കൊടുക്കുന്നത് അല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്? റസ്റ്റിംഗ്. സോ നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് റിവേഴ്സിബിൾ, എന്താണ് ഇറിവേഴ്സിബിൾ, എന്താണ് റസ്റ്റിംഗ്. പിന്നെ നമ്മൾ മെയിൻ ആയി പഠിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ഗ്യാസ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. ഒരു സാധനം ബേൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വെൻ സംതിങ് വാസ് ബേണിംഗ് there it is undergoing a chemical change. അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓൺ ദ സെയിം ടൈം എവിടെയെങ്കിലും ഒരു മെൽറ്റിംഗ് ആണ് നടക്കുന്നത് വെച്ചാൽ അവിടെ എന്ത് ചേഞ്ച് നടക്കുന്നത്? ഇഫ് സംതിങ് ഇസ് undergoing മെൽറ്റിംഗ് ആണെങ്കിൽ there is a physical change. If something is burning, it is called as a chemical change. അല്ലെ? ഇപ്പൊ ലൈക്ക് വെജിറ്റബിൾ കട്ടിങ് അല്ലെങ്കിൽ ലോക്ക് ഓഫ് ഫുഡ്, ഒരു പീസ് ഓഫ് ഫുഡ് നമ്മൾ കട്ട് ചെയ്യുന്നത്, യു ആർ മേക്കിംഗ് ഇറ്റ് സ്മോൾ പീസസ്. സോ all of that places you're seeing what size മാത്രം ഡിഫറൻസസ് ഉള്ളൂ. only the changes is in the physical property. സോ അവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രമാണ് ചേഞ്ച്. അങ്ങനെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ചസ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നു. കെമിക്കൽ കോമ്പോസിഷനുള്ള ചേഞ്ച്, അതായത് ഉള്ളിൽ തന്നെ ചേഞ്ചസ് വരാണ്. ഫുഡ് കുക്ക് ചെയ്യാണ്. സി, ഒരു ക്യാരറ്റ് എടുത്തു, ക്യാരറ്റിനെ കട്ട് ചെയ്ത് നമ്മൾ ആ ക്യാരറ്റ് കഴിച്ചു. അറ്റ് ദ സെയിം ടൈം ആ ക്യാരറ്റ് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ക്യാരറ്റ് കഴിച്ചു. രണ്ടിനും ടേസ്റ്റ് വ്യത്യാസം ഇല്ലേ? അല്ലേ? റോ ക്യാരറ്റ് കഴിക്കുന്നതും കുക്ക് ചെയ്ത ക്യാരറ്റ് കഴിക്കുന്നതും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. സോ there it is undergoing, അതായത് കുക്ക് ചെയ്യുമ്പോൾ it is undergoing a chemical change. അതിന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിന്റെ ഉള്ളിൽ മൊത്തം ചേഞ്ചസ് വരാണ്. it is undergoing a chemical change. അവിടെ കെമിക്കൽ ചേഞ്ചസ് നടക്കുകയാണ്. സോ that is about a chemical change, physical change. പിന്നെന്താ? പിന്നെ മെഗ്നീഷ്യം ബേണിംഗ് ഒരു കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളായി നമ്മൾ പഠിച്ചിരുന്നു. മെഗ്നീഷ്യം ബേൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ? when മെഗ്നീഷ്യം ഇസ് ബേണിംഗ്, അതായത് ഒരു സാധനം ബേൺ ചെയ്യണമെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ വേണം. സി, ഏതെങ്കിലും എയർ മതിയോ? പോരാ. ബേൺ ചെയ്യണമെങ്കിൽ ഓക്സിജൻ തന്നെ വേണം. സി, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ബേണിംഗ് നടക്കുമോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാ? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഫയറിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? ഫയറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് അല്ലെ? ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. സോ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഓക്സിജൻ സപ്പോർട്ട് ഓഫ് കമ്പഷൻ ആണ്. ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്സിജൻ. ഓൺ ദ സെയിം ടൈം കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. മെഗ്നീഷ്യത്തിന്റെ ബേണിംഗ് എന്ന് വെച്ചപ്പോ എന്തായിരുന്നു? മെഗ്നീഷ്യം ബേൺ ചെയ്യും. ഇറ്റ് ബേൺസ് വിത്ത് എ വൈറ്റ് ഫ്ലെയിം. സോ അങ്ങനെ വൈറ്റ് ഫ്ലെയിമിൽ ബേൺ ചെയ്ത് ഇറ്റ് ഇസ് പ്രൊഡ്യൂസിങ് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സൈഡ് ഇസ് എ വൈറ്റ് ആഷ് അല്ലേ? ഓക്കെ. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? അത് എന്ത് ചെയ്യും? മെഗ്നീഷ്യത്തിന്റെ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം എന്ത് ചേഞ്ചസിന് എക്സാമ്പിൾ? ഒരു ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. സോ എവറിഥിങ് ഇസ് ഓക്കെ. എല്ലാം ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ ക്യാൻ വി സ്റ്റോപ്പ് ദി ക്ലാസ് നൗ? ഡൗട്ട് ഇല്ലല്ലോ? എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ അല്ലേ? ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് എൻ ഈസി ചാപ്റ്റർ. ബട്ട് നമ്മൾ ഈ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ ചാപ്റ്ററെ കഴിഞ്ഞു അല്ലേ? അത്രയേ ഉള്ളൂ നമ്മൾ ചാപ്റ്റർ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാലോ? സോ വൈൻഡ് അപ്പ് ചെയ്യാലോ? സോ എവരിവൺ ബൈ ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് എവരിവൺ. സീ യു സൂൺ. ബൈ 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 ബൈ.